എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് വസ്തു വാങ്ങിച്ചതിന്റെ കഥയാണ്. അപ്പം വസ്തു വാങ്ങി ഏതാണ്ട് 2013 പതിമൂന്നിലോ 14 വാങ്ങിച്ചു. വാങ്ങിച്ചു കഴിഞ്ഞ് 1-2 വർഷം അങ്ങനെ പോയി. ഇപ്പൊ നമ്മളെപ്പോഴും സോപ്പിന്റെ ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ വസ്തു പ്രമാണമൊക്കെ കൊണ്ടുവച്ച് കുറച്ച് കടങ്ങളൊക്കെ വീട്ടി, ബാക്കി പലിശക്കടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയപ്പോഴത്തേന് വീണ്ടും നമ്മൾ സാമ്പത്തികം ഞെങ്ങിത്തുടങ്ങി. അപ്പോഴത്തേന് സോപ്പിന്റെ ബിസിനസ് ഒന്നുകൂടൊക്കെ വിപുലപ്പെടുത്താനൊക്കെ നോക്കി. കുറെ കൂടൊക്കെ നമ്മൾ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു മുളക് പൊടിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അത് ചെയ്തു തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് ചെയ്തു തുടങ്ങി. അപ്പൊ ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയിലൊന്നും അല്ല നമ്മൾ ചെയ്തത്. നമ്മൾ വിചാരിച്ച് കുറച്ച് ഇതുപോലെ ഒരു സൈഡ് ബിസിനസ് പോലെ ചെയ്യാം എന്ന് കരുതിയാണ് അതിലേക്ക് ഇറങ്ങി തിരിച്ചത്. അങ്ങനെ ആദ്യം കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴുകി ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്ത് ആൾക്കാർക്ക് ആദ്യം എൻ്റെ സഹോദരന് തന്നെ കൊടുത്തു വിട്ട്, പിന്നെ അങ്ങനെ ഓരോരുത്തരൊക്കെ അറിഞ്ഞ് വന്ന് ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ വാങ്ങാൻ തുടങ്ങി. അപ്പൊ വാങ്ങിച്ചുകൊണ്ട് പോയി. എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായങ്ങളൊക്കെയായി. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയവര് പലരോടും പറഞ്ഞ് വീണ്ടും ആൾക്കാർ കൂടി വന്ന് അന്നേരം നമുക്ക് പെട്ടെന്ന് മുളക് പൊടി അങ്ങ് തീരുന്നു. നമ്മൾ വീണ്ടും പോയി എടുക്കുന്നു, കഴുകി ഉണക്കുന്നു, പല മില്ലുകളിലായി കൊണ്ടുപോയി പൊടിച്ച് അങ്ങനെ ഏകദേശം ഒരു 1.5 വർഷത്തോളം നമുക്ക് അങ്ങനെ പോയി. അങ്ങനെ കുറെ നാളായപ്പോൾ ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, നമുക്ക് ഈ പുറത്ത് പൊടിക്കുന്നതിന്റെ കൂലി ഒന്ന് എഴുതിയിട്ട് നോക്കിയാലോ, നമുക്ക് ഏകദേശം മാസം എത്ര രൂപ വരെ കൂലി ആവുന്നു എന്നൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എഴുതിയിട്ടപ്പോൾ ഒരു 7,000-8,000 രൂപ വരെയൊക്കെ നമുക്ക് മന്ത്ലി പൊടുപ്പ് കൂലിയായിട്ട് പോകുന്നുണ്ട്. അപ്പോഴ് ഞങ്ങളിങ്ങനെ ആലോചിച്ചു, നമ്മുടെ കയ്യിൽ ഒരു നിവൃത്തിയില്ല, യാതൊരു വിധമായ സാമ്പത്തികം വരാനുള്ള ഒരു മാർഗങ്ങളും ഇല്ല. പക്ഷെ പെട്ടെന്നൊരാശയം ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അന്നേരം നമ്മൾ വിചാരിച്ച് നമുക്കൊരു 2-3 മെഷീൻ എടുത്തു വെച്ചാല് നമുക്ക് തന്നെ പൊടിച്ച ആ മെഷീൻ എടുക്കാൻ നമുക്ക് എവിടുന്നെങ്കിലും ഒരു ലോൺ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് മെഷീൻ എടുക്കാമായിരുന്നു. അപ്പൊ ആ മെഷീൻ എടുത്തിട്ട് നമുക്ക് തന്നെ പൊടിച്ച് ആ പൈസ കൊണ്ട് ലോൺ അടച്ച് പോകാം. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും പൊടിക്കാൻ കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് പൊടിച്ചു കൊടുക്കാം എന്നൊക്കെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ മാർഗം എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങള് ആ ഒരു ആശയമായിട്ട് ഇങ്ങനെ കുറെ നാൾ അതും കൊണ്ട് മുന്നോട്ട് പോയെങ്കിലും നമുക്കത് എങ്ങനെ തുടങ്ങണം, എത്ര രൂപയാവും എന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഈ പോകുന്ന മില്ലില് അവരോടൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുമായിരുന്നു, നമുക്ക് ഒരു മെഷീൻ എത്ര രൂപയാവും, ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുമ്പോഴത്തേന് എത്ര രൂപയാവും എന്നൊക്കെ. അപ്പൊ അവർ ഓരോരുത്തരും മെഷീന്റെ വില പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചൊരു 4-5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുമെന്ന്. ബാക്കി അടുത്ത എപ്പിസോഡിൽ. ബൈ.